അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ആണല്ലോ ഇന്ന്. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല, അത് പലർക്കും അറിയാം. അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വം പറയുകയാണെങ്കിൽ, ആ ദിവസത്തിൻ്റെ ഏറ്റവും വലിയൊരു മഹത്വമാണ് ആ ദിവസം ഒരു സമയം ദുആക്ക് ഇജാബത്തുള്ള സമയമുണ്ട്. നമ്മൾ ചെയ്യുന്ന ദുആ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കും. അതൊരിക്കലും അല്ലാഹു തട്ടിക്കളിയില്ല. എന്നാൽ ആ സമയം ഏതാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. പരിശുദ്ധ ഇസ്ലാം നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസത്തിലെ ഓരോ സമയവും നമ്മൾ വിലപ്പെട്ടതായി കാണണം. ഒരിക്കലും നിസ്സാരമായി തള്ളിക്കളയരുത്. ഒരു തെറ്റുകുറ്റങ്ങളും നമ്മൾ ആ ദിവസം ചെയ്യരുത്. എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ധാരാളം ഇബാദത്ത് എടുക്കുക, ദിക്റിനെ അധികരിപ്പിക്കുക, സ്വലാത്ത് ചൊല്ലുന്നത് അധികരിപ്പിക്കുക, തസ്ബീഹ് അധികരിപ്പിക്കുക, പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുക. അതിനോടൊപ്പം നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക, അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക, അതോടൊപ്പം ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക. ഇനി വെള്ളിയാഴ്ച ദിവസം നിസ്കരിക്കാൻ പറ്റാത്ത, പരിശുദ്ധ ഖുർആൻ ഓതാൻ പറ്റാത്ത സഹോദരിമാരുണ്ടെങ്കിൽ, ഉമ്മമാരുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ ദിക്ർ ചൊല്ലുക, അതുപോലെ സ്വലാത്ത് ധാരാളം ചൊല്ലുക, തസ്ബീഹ് ചൊല്ലുക, ദുആ ചെയ്യുന്നത് ധാരാളം അധികരിപ്പിക്കുക. അതോടൊപ്പം ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ദിക്റുണ്ട്. ഈ ദിക്ർ ഞാൻ ഈ പറഞ്ഞു തരുന്ന എണ്ണം നിങ്ങൾ ചൊല്ലണം. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ ദുആക്ക് ഇജാബത്തുണ്ട്. മാത്രമല്ല, ഈ ദിക്ർ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു തരും. പ്രധാനമായിട്ടും ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച നമ്മൾ ചൊല്ലുന്നത് കൊണ്ട്, ദുആക്ക് ഇജാബത്തുള്ളത് കൊണ്ട്, ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്താൽ നമ്മുടെ എത്ര വലിയ നല്ല ഹലാലായ മുറാദുകൾ ഉണ്ടെങ്കിലും അത് എളുപ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നിറവേറ്റി തരും. വെള്ളിയാഴ്ച അസറിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിലുള്ള സമയമുണ്ടല്ലോ, അത് വളരെ വിലപ്പെട്ട സമയമാണ്. ആ സമയത്ത് ദുആക്ക് ഇജാബത്തുണ്ട് എന്നാണ് മഹാന്മാരായ ഉലമാക്കൾ, പണ്ഡിതന്മാരൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. ആ സമയം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അസർ നിസ്കാരം കഴിഞ്ഞ് മഗ്രിബ് വാങ്ങി കൊടുക്കുന്നത് വരെ നിങ്ങൾ ദിക്റിനെ അധികരിപ്പിച്ചിട്ടും സ്വലാത്തുകൾ ചൊല്ലിയിട്ടും അതുപോലെ തസ്ബീഹ് ചൊല്ലിയിട്ടും പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടുമൊക്കെ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇഹലോകത്തും പരലോകത്തും വിജയമുണ്ടാകാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാനും, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ബറക്കത്തും ഉണ്ടാകാനും, ഇഹലോകത്തും പരലോകത്തും വിജയിക്കാനും നിങ്ങളുടെ എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ടോ അതൊക്കെയും അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറ്റിയ നല്ലൊരു സമയമാണ് അസറിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിലുള്ള ആ സമയം. വെള്ളിയാഴ്ച ദിവസം മുഅ്മിനീങ്ങളായ മനുഷ്യർ ഒരിക്കലും ആ സമയം പാഴാക്കില്ല. അതുകൊണ്ട് ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദിക്ർ, ഈ ചെറിയ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്നാൽ ആ ദുആ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു തആല ഇൻഷാ അല്ലാഹ് തട്ടിക്കളയില്ല. നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചത്, ആ ഉദ്ദേശം അധികം വൈകാതെ അത് നിങ്ങൾക്ക് ഖൈറാണെങ്കിൽ, ഷർറാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അത് നൽകില്ല. എന്നാൽ ഖൈറാണെങ്കിൽ അത് എളുപ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അത് നിങ്ങൾക്ക് നിറവേറ്റി തരും. ഇനി നിങ്ങൾ ഈ ദിക്ർ ചൊല്ലി അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം അത് ഷർറാണെങ്കിൽ, അതായത് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് അള്ളാഹു നൽകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ ദുനിയാവിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ, അത് ഖൈറല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അത് നിങ്ങൾക്ക് നൽകില്ല. കാരണം അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയാസമായിരിക്കും വരിക. എന്നാൽ അതിന് പകരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകുന്നത് അതിനേക്കാൾ വലുതായിട്ടുള്ള മറ്റൊന്നായിരിക്കും.
അത് നിങ്ങൾക്ക് വലിയ ഹൈറായിരിക്കും. അത് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകും. അത്രയ്ക്കും വലിയ സന്തോഷമായിരിക്കും അത് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ. അത്തരത്തിലുള്ള ഒന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകും. മാത്രമല്ല, നിങ്ങളുടെ ആഗ്രഹമുണ്ടല്ലോ, നിങ്ങൾ ആദ്യം അള്ളാഹുവിനോട് ദുആ ചെയ്ത് ചോദിച്ചത്, അത് നിങ്ങൾക്ക് എന്നാണോ ഹൈറാകുന്നത്, എന്നാണോ അത് ഷർറാകാതെ ഹൈറാകുന്നത്, അന്ന് ആ സമയം അല്ലാഹു സുബ്ഹാനഹു തആല അത് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഒരിക്കൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അനുയായികൾ വലിയ പ്രയാസത്തിലായി. എന്താണ് അവരുടെ പ്രയാസം? അവർക്ക് വെള്ളമില്ലാത്തത് കൊണ്ട് അവരുടെ കൃഷികളെല്ലാം നശിച്ചുപോയി. മാത്രമല്ല, അവരുടെ ദാഹം മാറ്റാൻ പോലും പിന്നീട് അവർക്ക് വെള്ളം കുടിക്കാൻ ഇല്ല. അങ്ങനെ വെള്ളമില്ലാതെ ആകെ പ്രയാസപ്പെട്ടപ്പോൾ അനുയായികൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അരികിൽ ചെന്ന് പറഞ്ഞു, നബിയെ, വെള്ളമില്ല, കൃഷിയെല്ലാം നശിച്ചുപോയി, കുടിക്കാൻ പോലും വെള്ളമില്ല, തൊണ്ടയാകെ വരണ്ടു പോവുകയാണ്, എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ധാരാളമായിട്ടും അധികരിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾക്ക് മഴ വർഷിക്കും. മാത്രമല്ല, നിങ്ങൾ ധാരാളമായിട്ടും അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലുന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തും. സാമ്പത്തികമായിട്ട് നല്ല അഭിവൃദ്ധി അല്ലാഹു നൽകും. പണത്തിൻ്റെ കാര്യത്തിൽ മരണം വരെ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെയും നിങ്ങൾക്ക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ധാരാളമായിട്ടും അധികരിപ്പിക്കുന്നത് കൊണ്ട് അള്ളാഹു നൽകും എന്ന് പറഞ്ഞു. മക്കളില്ലാത്ത എത്ര ആളുകളുണ്ട്, അവർക്ക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഈ ദിക്ർ നിങ്ങൾ 1000 പ്രാവശ്യം വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിൽ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ആ ദുആ സ്വീകരിക്കുകയും സ്വാലിഹായ സന്താനങ്ങളെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. പല രോഗങ്ങളും പിടിപെട്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ഉള്ള ജോലിയിൽ ശമ്പളമില്ലാത്തവരുണ്ട്, കല്യാണം ശരിയാകാത്തവരുണ്ട്, പല പ്രശ്നങ്ങളിലും പെട്ടുപോയവരുണ്ട്, കടം കൊടുത്ത് പണം തിരികെ കിട്ടാതെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. ഒരുപാട് മുറാദുകളുണ്ട്, ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ജീവിതത്തിൽ എന്നും പ്രയാസമാണ്, പ്രതിസന്ധിയാണ്, ഒരു മനസ്സമാധാനമില്ല, എന്നും ടെൻഷനാണ്. ഇങ്ങനെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ടോ അതൊക്കെയും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നടന്നു കിട്ടാൻ, സഫലമായി കിട്ടാൻ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിൽ നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഈ ഇസ്തിഗ്ഫാർ, ഈ ദിക്ർ നിങ്ങൾ 1000 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം വെള്ളിയാഴ്ച നമ്മൾ ചെയ്യുന്ന ഓരോ അമലിനും ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുക. അതുകൊണ്ട് നമ്മൾ ചൊല്ലുന്ന ഈ ഇസ്തിഗ്ഫാറിന് അല്ലാഹു സുബ്ഹാനഹു തആല ഇരട്ടി പ്രതിഫലമാണ് നൽകുക. മാത്രമല്ല, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ചെയ്തു പോയ നമ്മൾ ഒരുപാട് തെറ്റുകൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളുണ്ട്. അതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു തആല ഇതിലൂടെ നമുക്ക് പുറത്തു തരും. നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നമുക്ക് നിറവേറിക്കിട്ടും. 1000 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നമ്മൾ ചൊല്ലുന്നതിലൂടെ നമ്മുടെ മനസ്സിലുള്ള കറകളെല്ലാം മാഞ്ഞ് ശുദ്ധമായ മനസ്സിനുടമയാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമായ ഇന്ന് തന്നെ നിങ്ങളുടെ ഹലാലായ മുറാദുകൾ, ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ടും പാപമോചനത്തിന് വേണ്ടിയിട്ടും സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ ഇഷ്ടം നേടാൻ വേണ്ടിയിട്ടും
അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഇസ്തിഗ്ഫാർ, ഈ ദിക്ർ നിങ്ങൾ 1000 പ്രാവശ്യം അസറിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിൽ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഇജാബത്തുള്ള ആ വിലപ്പെട്ട സമയം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയല്ലേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു എളുപ്പത്തിൽ നിറവേറ്റി തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ബിഹക്കി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.